CMRL എക്സാലോജിക് ഇടപാടുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം വന്നിട്ട് ഏതാണ്ട് 2-3 വർഷത്തോളം ആവുന്നുണ്ട്. ആ വർഷങ്ങളിൽ മുഴുവനും നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് ഇത് ഇപ്പൊ തന്നെ പിണറായി വിജയനെ പിടിച്ച് അകത്തിടും, അത് SFIO കൊണ്ടുപോകും, ചോദ്യം ചെയ്യാനായിട്ട് ED കൊണ്ടുപോകും എന്നുള്ള തരത്തിലൊക്കെ വന്നു. പക്ഷെ ഇപ്പൊ പറയുന്ന ഒരു നറേറ്റീവ് എന്ന് പറയുന്നത് വീണയെ പിണറായി വിജയൻ EDക്ക് മുന്നിലേക്ക് ഇട്ടുകൊടുത്തു എന്നുള്ളതാണ്. ഇത് സംഘപരിവാർ കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്ന ഒരു ഇതാണ്, നറേറ്റീവാണ്. ഇനി എന്ത് തന്നെ ആയാലും ഈ ഒരു വിഷയം എടുത്ത് നോക്കുമ്പോൾ ഇപ്പൊ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വീണയല്ല, വീണയേക്കാൾ പങ്കുള്ളയാൾ എന്നുള്ളൊരു കാര്യം കൂടി, റിപ്പോർട്ടുകൾ കൂടി വരുന്നുണ്ട്. അങ്ങനെ വീണയേക്കാൾ പങ്കുള്ളയാൾ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സിലേക്ക് വരുന്നതും പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവിന്റെ മുഖം തന്നെ ആയിരിക്കാം. ED ഈ പറയുന്നത് പോലെ തന്നെ പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുമോ, അതോ ഈ പറയുന്നയാള് പിണറായി വിജയൻ തന്നെയാണോ? നമുക്കിപ്പോൾ അത് പറയാൻ പറ്റില്ല. കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഒരു ആദായ നികുതി വകുപ്പിന്റെ ഇന്ററിംഗ് സെറ്റിൽമെന്റ് ബോഡിന്റെ ഒരു ഡോക്യുമെന്റ് നിന്നാണ് തുടങ്ങണേ. അത് വന്നിട്ട് കുറെ കൊല്ലായി. അത് പൊതുമണ്ഡലത്തിലേക്ക് ഒരു മാധ്യമങ്ങൾ എടുത്തിടും. അതിടുമ്പോഴാണല്ലോ SFIO വരുന്നത്. അതായത് കമ്പനി നിയമത്തിന്റെ ലംഘനമുണ്ട്, സീരിയസ് ഫ്രോഡ് നടന്നിട്ടുണ്ട്, 150 കോടി രൂപ മറിച്ചിട്ടുണ്ട് എന്നതുമായി ബന്ധപ്പെട്ട് വരുന്നു. അങ്ങനെ വരുമ്പോഴാണ് SFIയുടെ അന്വേഷണത്തിലാണ് ഈ പറഞ്ഞ ഈ കമ്പനിയുടെ ഇടപാടുകൾ സംബന്ധിച്ച് രാഷ്ട്രീയ നേതാക്കൾക്ക് കൊടുത്തിട്ടുള്ളത്, മാധ്യമങ്ങൾക്ക് കൊടുത്തിട്ടുള്ളത്, ഈ പറഞ്ഞ പോലെയുള്ള വീണ വിജയന് കൊടുത്തിട്ടുള്ളത്, മാസപ്പടി മാത്രമല്ല ഈ പറഞ്ഞ പോലെ ലോൺ കൊടുത്തിട്ടുള്ളത്. അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അത് 25 ലക്ഷം രൂപ ലോൺ കൊടുത്തു, അത് തിരിച്ചടയ്ക്കാൻ വീണ്ടും 25 ലക്ഷം രൂപ ലോൺ കൊടുത്തു. പിന്നെ ആ കമ്പനി ഇല്ലാതായി. അപ്പൊ കമ്പനി ഇല്ല, ഇപ്പൊ തിരിച്ചടക്കേണ്ട, ഒന്നും തിരിച്ചടക്കണം. എംപവർ ഇന്ത്യ എന്ന് പറയുന്ന, അതായത് CMRL കർത്താവിന്റെ ഭാര്യയുടെ കമ്പനി. അതാണ് അതിന്റെ ഒരു വശം. അപ്പൊ അതൊക്കെ തന്നെ ഇവർക്ക് കിട്ടിയ ലാഭമാണ്. അപ്പൊ എന്ത് സേവനം ചെയ്തു എന്ന ചോദ്യത്തിന് ഒരു സേവനവും മറുപടി കിട്ടിയില്ല. സഖാക്കളൊക്കെ ആദ്യം പറഞ്ഞത് മറ്റേ MS ഓഫീസ് കൊടുത്തു എന്നൊക്കെയാണ്. MS ഓഫീസിന് ഈ 3 കോടി രൂപ കൊടുക്കേണ്ട വല്ല കാര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ പിന്നെയാണ് ആളുകൾക്ക് മനസ്സിലായി വിൻഡോസ് കൊടുത്തു. അപ്പൊ എന്ത് വിൻഡോസ് ആണെന്ന് ചോദിച്ചാൽ വല്ല ഫിസിക്കൽ വിൻഡോ വല്ലതാണോ നമുക്കറിയില്ല. ഏതായാലും ഇതിലെ വിൻഡോസിന് അങ്ങനെയൊന്നും കൊടുക്കണ്ട. മാത്രമല്ല വിൻഡോസിന് സപ്പോർട്ട് കൊടുക്കാൻ ഇവർക്കില്ല. ഇവർ ഏതെങ്കിലും അത്തരത്തിൽ ഏതെങ്കിലും കമ്പനിക്ക് അതിനു മുമ്പ് സേവനം നടത്തിയതായിട്ട് യാതൊരു തെളിവുമില്ല. ഇവരെന്തോ സ്കൂൾ സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. അപ്പൊ എങ്ങനെയാണ് ഇങ്ങനെ ഒരു കമ്പനിക്ക് ഓർഡർ കിട്ടിയത്? ഇതന്നെയായിരുന്നു ചോദ്യം. ഇവർക്ക് പണം കൊടുത്തത് എന്തിന്? മറ്റ് നേതാക്കൾക്ക് കൊടുത്തതിന് രീതിയുണ്ട്. ഇപ്പൊ രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുക്കും, അത് സാധാരണ കോർപ്പറേറ്റ് കമ്പനികളൊക്കെ കൊടുക്കുന്നതാണ്. അതിപ്പോ RC ഉണ്ട്, PV ഉണ്ട്, OC ഉണ്ട്, ഇങ്ങനെയൊക്കെ ഉണ്ട്, പല പേരുകളും ഉണ്ട്. അതുണ്ടായിക്കോട്ടെ, അത് എന്താ പറയാ, അവർക്ക് സ്വാഭാവികമാണ്, കൊടുക്കാറുണ്ട്. വാങ്ങിയെന്ന് പറഞ്ഞാൽ പിന്നെ അത് തീർന്നു. രാഷ്ട്രീയ പാർട്ടികൾ വാങ്ങി അവരുടെ കണക്കിൽ കാണിച്ചാൽ, അവര് ഇലക്ഷൻ കമ്മീഷൻ കൊടുക്കുന്ന കണക്കിൽ കാണിച്ചാൽ അവരുടെ പ്രശ്നം തീരും. ഇപ്പൊ പിണറായി വിജയൻ വാങ്ങിയാലും അത് CPMന്റെ ഫണ്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ആസിഫ്. പക്ഷേ ഇവിടെ പ്രശ്നം വീണയുടെ കാര്യത്തിൽ ഇതൊന്നുമില്ല. എന്ത് സേവനമാണ് വീണ ചെയ്തത്? ഇതിൽ പാർട്ടിക്ക് പറ്റിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ കാര്യത്തിൽ പാർട്ടി വല്ലാതെ ഡിഫെൻഡ് ചെയ്യാൻ പോയി എന്നുള്ളതാണ്. CPMന് പറ്റിയൊരു അബദ്ധം. ഇപ്പൊ കോടിയേരി ബാലകൃഷ്ണന്റെ മകന് എതിരെ ഒരു കേസ് വന്നപ്പോ അതുപോലെ ഇതും ഡീൽ ചെയ്താൽ മതി. കോടിയേരി ബാലകൃഷ്ണൻ മകനുണ്ടെങ്കിൽ പിണറായി വിജയന് മകൾക്കും ഉണ്ടാവും, വന്നോട്ടെ, ED വന്നോട്ടെ. അത് പിണറായി വിജയനെ കൊടുക്കാനാണ് എന്ന രൂപത്തിൽ CPM ഒരു നറേറ്റീവ് ഉണ്ടാക്കുകയും ആ നറേറ്റീവിന്റെ പുറത്താണ് പിന്നെ കാര്യങ്ങൾ മുഴുവൻ പോയത്. അത് അവസാനിച്ചത് EDയുടെ തിരുവനന്തപുരത്തെ റെയ്ഡുമായി ബന്ധപ്പെട്ട് നമ്മളൊക്കെ കണ്ട ഒരു കാര്യമാണ്. വലിയ നാടകം, സമരം, ബഹളം, ED കുറെ ആളുകൾ ജയിലിലാവുക, അതിന്റെ പ്രശ്നങ്ങൾ. അപ്പോഴാണ് CPMന് കാര്യം മനസ്സിലായത്, ഇത് പിണറായി വിജയനെ ടാർഗറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ ഇത് കുഴപ്പം പിടിക്കും. കാരണം വീണയെ പിടിച്ചാൽ പിണറായി വിജയൻ പെടും എന്നൊരു നറേറ്റീവ് CPM തന്നെ ഉണ്ടാക്കിയ മാതിരി. അപ്പൊ അവിടെയാണ് പ്രശ്നം. മാത്രമല്ല വീണയുടെ പേരിൽ സീരിയസ് ആയൊരു കേസ് ഉണ്ട് എന്ന് EDയുടെ ഡോക്യുമെന്റ്സിലുണ്ട്. SFIO എടുത്ത ഡോക്യുമെന്റ്സ്, അതുപോലെ അവരുടെ വീട്ടിൽ നിന്ന് എടുത്ത ഡോക്യുമെന്റ്സ് ഒക്കെ ഉണ്ട്. ഇവർ കാശ് കൈപ്പറ്റിയിട്ടുണ്ട്, അത് ആർക്കും തർക്കമില്ല. പിന്നെ അവർ പറഞ്ഞ് ടാക്സ് അടച്ചിട്ടുണ്ടെന്നൊക്കെയാണ് ആദ്യം CPM പറഞ്ഞ ഡിഫൻസ്. ടാക്സ് അടച്ചിട്ട് ഒരു കാര്യമില്ല, GST അടച്ചു എന്നുള്ളതുകൊണ്ട് നിങ്ങൾ കള്ളപ്പണം ഒന്നും അല്ല ഉണ്ടാവില്ല. അപ്പൊ മണി ലോണ്ടറിങ്, കള്ളപ്പണം വെളുപ്പിക്കൽ പരിപാടി ഇവിടെ നടന്നിട്ടുണ്ട്. ഇതൊരു വശം. രണ്ടാമത്തെ വശം, എന്തിനാണ് വീണ വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഇത് കൊടുത്തത്? ഈ കൊടുത്തതും സർക്കാരിന്റെ ഏതെങ്കിലും നയവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? ഏതെങ്കിലും തീരുമാനം മുഖ്യമന്ത്രിയുടെയോ മന്ത്രിസഭയുടെയോ ഓഫീസിൽ നിന്ന് CMRLന് അനുകൂലമായി വന്നിട്ടുണ്ടോ? അങ്ങനെ അന്വേഷിക്കുമ്പോഴാണ് ഇപ്പൊ ഷോൺ ജോർജിനെ പോലെയുള്ള ആളുകൾ, നമ്മളൊക്കെ ആ സംശയം ഉണ്ടായിരുന്നു, തോട്ടപ്പള്ളിയിലെ
കരിമണൽ ഖനനം, അവർക്ക് ഒരു അനുമതി ഇല്ലാതെ കരിമണൽ ഖനനത്തിന് പോലും അനുമതിയില്ല, കരിമണൽ നീക്കാനേ അനുമതിയുള്ളൂ. ഡിസാസ്റ്റർ മാനേജ്മെന്റ് റൂൾ അനുസരിച്ച് കുട്ടനാട്ടിലെ വെള്ളപ്പൊക്കം തടയാൻ തോട്ടപ്പള്ളിയിൽ നിന്ന് മണലെടുക്കണം എന്ന ഒരു തിയറി ഉണ്ടാക്കും. അപ്പൊ ഡിസാസ്റ്റർ മാനേജ്മെന്റ് റൂൾസ് ആയതുകൊണ്ട് അതിൽ ഒരു നിയമവും പാലിക്കേണ്ട, അതായത് തീരദേശ സംരക്ഷണ നിയമം വേണം. അല്ലെങ്കിൽ മാത്രമല്ല ഇത് വളരെ ക്രിട്ടിക്കൽ മിനറലാണ്, അതുകൊണ്ട് ആറ്റോമിക് എനർജിയായി ബന്ധപ്പെട്ട പെർമിഷൻ വേണം. ഇതിനൊക്കെ പുറമെ മൈനിങ് ആൻഡ് ജിയോളജിയുടെ പെർമിഷൻ വേണം. അപ്പോൾ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, പിന്നെ റേഡിയേഷൻ, അങ്ങനെ IRB, അങ്ങനെ കുറെ ആളുകളുണ്ട്. അപ്പോൾ ഇതൊന്നും ഇതിനെ എടുത്തിട്ടില്ല. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആയതുകൊണ്ട് മണ്ണ് നീക്കലാണ്. ഒരു സ്ഥലത്ത് മണ്ണ് കെട്ടിക്കിടക്കണമെന്ന് വെച്ചാൽ മണ്ണ് നീക്കാൻ പ്രത്യേകിച്ച് പെർമിഷൻ വേണ്ട, അതിൽ വെള്ളക്കെട്ട് ഉണ്ടാവുന്നു. പക്ഷെ മണ്ണ് കൊണ്ടുപോകാൻ പെർമിഷൻ ഇല്ല. ആ മണ്ണ് അവിടുന്ന് വ്യാപകമായി കൊണ്ടുപോയിട്ട് അത് KMML കൊണ്ടുപോകുന്നു എന്നാണ് കഥ, അല്ലെ IRE. പക്ഷെ KMML അതുകൊണ്ട് പ്രത്യേകിച്ച് കൂടുതൽ പ്രൊഡക്ഷൻ ഒന്നും ഉണ്ടാക്കിയില്ല, IRE കൂടുതൽ പ്രൊഡക്ഷൻ ഒന്നും ഉണ്ടാക്കിയില്ല. അപ്പൊ ഈ മണൽ എവിടെ പോയി? കൊല്ലത്ത് ഖനനം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആലപ്പാട് ഖനനം ചെയ്യുമ്പോൾ അത് ഇന്ന ലോറി ഇന്ന സ്ഥലത്തേക്ക് പോയിന്നുണ്ട്. ഇവിടെ അതുപോലും ഇല്ല. 100, 200, 500 വരെ ലോറികൾ ഒരു ദിവസം. അത് കോവിഡിന്റെ കാലത്ത് അവിടെ തീരപ്രദേശം മുഴുവൻ വല്ലാതെ ഇടിയുന്നു. അതിന്റെ തെക്കും വടക്കും മറ്റേ പുറക്കാട് പ്രദേശത്തും അല്ലെങ്കിൽ അതിനപ്പുറത്ത് അമ്പലപ്പുഴ അതിനപ്പുറത്തുള്ള പ്രദേശങ്ങളിലൊക്കെ ഇത് വലിയ തോതിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഇതൊക്കെ ജനങ്ങൾ അവിടെ സമരം ചെയ്യുന്നു. ഈ സമരമൊക്കെ നടക്കുമ്പോഴും ഇതിനെതിരെ ഒന്നും മുന്നോട്ട് പോകുന്നില്ല. ഈ ഖനനത്തിന് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആണ്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് വകുപ്പ് എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെയാണ്. അപ്പൊ ഇത്തരം ഒരു പ്രത്യേക ഉത്തരവ് ഇവർക്ക് വേണ്ടി ഇട്ടത് ഈ കരിമണൽ കർത്താവിനെ സഹായിക്കാനാണ്. വേറെ ഭൂമിയുടെ ചില പ്രശ്നമൊക്കെ ഉണ്ട്, 65 ഏക്കർ ഭൂമിയുടെ ഉടമസ്ഥതയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, മിച്ച ഭൂമി ഒരു കൈവച്ചത്. ഇങ്ങനെ ഗുണം ചെയ്തു എന്നാണ് പൊതുമണ്ഡലത്തിൽ ആരോപിക്കപ്പെട്ടത്. ആ ആരോപണം ശരിയാണോ എന്ന് EDക്ക് അറിയണമെങ്കിൽ ED ഒരുപാട് കാര്യങ്ങൾ അറിയണം. ഈ പണം കൊടുത്തോ, ഈ പണം എന്ത് ചെയ്തു? ഇപ്പൊ വീണ വിജയൻ പറയാണ്, ഞാൻ ഇതും കൊണ്ട് 4 പ്രാവശ്യം അമേരിക്കയിൽ പോയി പര്യടനം നടത്തി എന്നാ പറയണമെങ്കിൽ ഒന്നും പറയാനില്ല. അത് എനിക്ക് പൈസ കിട്ടി, ഞാൻ കൊടുത്തു. അതിനിപ്പോ അതിന്റെ SFIOന്റെ ഒരു നിയമമുണ്ട്, കമ്പനി ആക്ട് അനുസരിച്ച് ചെയ്തൊരു നിയമം. അതിനപ്പുറത്തേക്ക് വേറെ ആരിലേക്കോ പോവില്ല. പക്ഷെ വീണയ്ക്ക് പറ്റിയ പ്രശ്നം, വീണയ്ക്ക് ഇത് എന്തിനാണ് പൈസ തന്നേന്നോ, എന്താണ് ഉപയോഗിച്ചതെന്നോ, ആർക്കാണ് കൊടുത്തതെന്നോ, എന്ത് സോഫ്റ്റ്വെയർ ആണെന്നോ ഒരു ടെക്നിക്കൽ നോളജോ ഒരു സംഗതി വീണയ്ക്ക് പറയാൻ പറ്റിയില്ല. പക്ഷെ സാർ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇത്തരത്തിൽ വലിയൊരു വിഷയം വരികയാണ്, സ്വാഭാവികമായും ഈ വാർത്തകൾ വരുമ്പോൾ തന്നെ നമ്മൾ അലേർട്ട് ആയിരിക്കുമല്ലോ. അങ്ങനെ ഒരു അലേർട്ട് ആവുകയും മകൾക്ക് വേണ്ടുന്ന നിർദ്ദേശം കൊടുക്കാനായിട്ട് ഒരു പിതാവ് എന്ന നിലയിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ് വിട്ടുപോയിട്ടുണ്ടോ എന്ന് ഞാൻ പറയില്ല. അല്ല, അത് കയ്യിൽ നിന്ന് പോയ കേസാവും ചിലപ്പോ. എന്താ വെച്ചാൽ ഇത് എങ്ങനെ ഇതിന്റെ പണത്തിന്റെ യഥാർത്ഥ വഴി, വന്ന വഴി, പോണ വഴി, ഈ വഴി ശരിക്കും കണ്ടെത്തിയാൽ ഇതിൽ പ്രശ്നമുണ്ട്. ഇത് ചെറുപക്ഷെ ഞാനിപ്പോ കണക്കാക്കുന്നത്, ഇപ്പൊ നിങ്ങൾ പറഞ്ഞ റിപ്പോർട്ടിൽ നിന്ന് ഞാൻ കണക്കാക്കുന്നത്, വീണയെ ഒരു ബൊമ്മയാക്കി മുമ്പിലിരുത്തി ആരോ കളിച്ചു. വീണ ഒരു കമ്പനി ബാങ്ക് രജിസ്റ്റർ ചെയ്തു. അത് AKG സെന്റർ ആണ് അവരുടെ ഓഫീസ്. AKG സെന്റർ ഓഫീസാക്കി ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യുന്നതിൽ തന്നെ ഒരു തകരാറുണ്ട്. അത് വേറെ പ്രശ്നം. അങ്ങനെ രജിസ്റ്റർ ചെയ്തപ്പോ അപ്പൊ AKG സെന്ററിൽ എന്തെങ്കിലും നിന്ന് നിയന്ത്രിക്കാൻ കഴിയുന്ന ആരെങ്കിലും ആയിരിക്കണം വീണയെ കൊണ്ട് ഇത് ചെയ്യിച്ചത് എന്നൊരു സംശയം ഇപ്പോൾ EDക്കുണ്ട്. കാരണം വീണ ഒന്നും പറയുന്നില്ല. അതെ, വീണയുടെ സംസാരത്തിൽ തന്നെ മൊത്തം വൈരുദ്ധ്യമാണ്. അതുപോലെ ഈ സൂചന ലഭിച്ചതുപോലെ ഈ കഴിഞ്ഞ വ്യാഴാഴ്ച നടന്ന ചോദ്യം ചെയ്യലിലാണ്. അല്ല, അതങ്ങനെയാണല്ലോ. ഇപ്പൊ ഇവരെന്താ ചെയ്യുന്നത്? സാധാരണ പോലീസ് ചോദ്യം ചെയ്യുന്ന വരെയല്ല ED എല്ലാം ഡോക്യുമെന്റ് വെച്ചിട്ടാ ചോദ്യം ചെയ്യും. അപ്പോ അവർ ക്വസ്റ്റ്യനെയർ ഉണ്ടാക്കും, എന്നിട്ട് 1, 2, 3, 4 എന്ന് കൊടുക്കും. അപ്പൊ എനിക്കറിയില്ല, ഞാൻ കേട്ടിട്ടില്ല. അപ്പൊ പിന്നെ ഈ പൈസ എങ്ങോട്ട് പോയി എനിക്കറിയില്ല എന്ന് പറഞ്ഞാൽ എക്സാലോജിക് എന്ന് പറയുന്ന വീണ തൈക്കണ്ടിയുടെ കമ്പനിയിൽ വന്ന പൈസ എങ്ങോട്ട് പോയി എന്ന് വീണയ്ക്ക് അറിയില്ലെങ്കിൽ അത് ഗുരുതരമായൊരു പ്രശ്നമാണ്. ഒരു കമ്പനി MD പറയാ, എന്റെ പൈസ എങ്ങോട്ട് പോയി എന്ന് എനിക്കറിയില്ല, ആരാ തന്നേന്ന് എനിക്കറിയില്ല, എന്തിനാ തന്നേന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞാൽ അത് ഏത് ഇതിലും വളരെ ഗുരുതരമായ ഒരു പ്രശ്നമുണ്ട്. സാമാന്യ ജനങ്ങൾക്ക് ബോധ്യാവില്ല. ഞാനൊരാളുടെ ഭാഷ മേടിച്ചെങ്കിൽ എന്തിനു മേടിച്ചു എന്നും ഞാൻ എവിടെ ചെലവാക്കിയെന്നും പറയാനുള്ളതുണ്ടല്ലോ. അപ്പൊ ആദ്യം പൊട്ടം കളിക്കാനാണ് വീണ ശ്രമിച്ചത്. അതായത് എനിക്കറിയൊന്നുമില്ല എന്ന്. പക്ഷെ അതും പറ്റില്ല, കാരണം കൊടുത്തുള്ള ആളുകൾ ഇവിടെ ഉണ്ട്, കൊടുത്ത ആളുകളുടെ മൊഴിയുണ്ട്, ഈ പൈസ ട്രാൻസ്ഫർ ചെയ്ത ആളുകളുടെ മൊഴിയുണ്ട്, ഇത് ബാങ്കിൽ വന്ന മൊഴിയുണ്ട്. അപ്പൊ ഈ പൈസ എങ്ങോട്ട് പോയി, ആരുപയോഗിച്ചു? വീണയ്ക്ക് ഒന്നും അറിയില്ലെങ്കിൽ അറിയാവുന്ന ഒരാൾ ഉണ്ടാവണമല്ലോ, അതാണ് ചോദ്യം.
ഇത് എന്തിനു വാങ്ങി, എന്തിനു കൊടുത്തു എന്നറിയാവുന്ന ഒരാളുണ്ടാവണം. ആ ആൾ ആരാണ് എന്ന സംശയം ഇ ഡിക്ക് വരുന്നത് അപ്പോഴാണ്. ഇത് അല്ലെങ്കിൽ ഒന്നുമില്ലല്ലോ, അല്ലെങ്കിൽ ഇ ഡി ഇരുട്ടില്ലല്ലേ. എനിക്കറിയില്ല, എൻ്റെ കമ്പനിയിൽ വന്ന കാശിനെ കുറിച്ച് എനിക്കറിയില്ല. കൂടി വന്നു കഴിഞ്ഞാൽ അതൊരു ഫ്രോഡാണ്. എൻ്റെ കമ്പനിയിലെ കാശിനെ കുറിച്ച് എനിക്കറിയില്ല എന്ന് പറഞ്ഞാൽ ഫ്രോഡാണ്. അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാർ കൈകാര്യം ചെയ്താൽ ഞാൻ എം ഡി ആണെങ്കിൽ ഞാൻ അതിന് റെസ്പോൺസിബിൾ ആണ് കമ്പനി നിയമം അനുസരിച്ച്. അപ്പോൾ ഇങ്ങനൊരു കുരുക്കിൽ വന്ന് പെട്ടു. അപ്പൊ ഇനിയെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ പണമിടപാടുമായി ബന്ധപ്പെട്ട രേഖകളിലേക്ക് ഇ ഡി പോകും. പണം എങ്ങോട്ട് പോയി, അങ്ങനെ ഇ ഡി അന്വേഷിച്ചപ്പോഴാണ് പണം വേറൊരു വഴിക്ക് പോയിട്ടുണ്ടെന്ന് അറിയുന്നത്. ആ വഴി ഏതാണ്? ഈ വീണ വിജയനെ പോലും നിയന്ത്രിക്കാൻ കഴിയുന്ന തരത്തിൽ അങ്ങനെ ഈ ഓപ്പറേഷൻ മുഴുവൻ നടത്തിയിട്ടുള്ള, ഇവരെ മുമ്പിൽ നിർത്തി ഈ ഓപ്പറേഷൻ നടത്തിയിട്ടുള്ള ആരാണ്? അത് പിണറായി വിജയനാണെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം എന്താ വെച്ചാൽ അങ്ങനെയല്ല, പിണറായി വിജയൻ അങ്ങനെ ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. പിണറായി വിജയൻ വേണ്ടി ആരെങ്കിലും ചെയ്തതാവാം, അങ്ങനെ ആവാം. പിണറായിക്ക് വേണ്ടി ആരെങ്കിലും AKG സെന്ററിൽ നിന്ന് രജിസ്റ്റർ ചെയ്ത് ഇത് ഓപ്പറേറ്റ് ചെയ്ത് കാശ് മേടിച്ച് ചാനലൈസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ആർക്ക് വേണ്ടിയാണ് കൊടുത്തിട്ടുള്ളത്? അത് കണ്ടുപിടിക്കാൻ ഇ ഡിക്ക് വലിയ വിഷമമൊന്നും ഉണ്ടാവില്ല. കാരണം പണത്തിന്റെ വഴിയാണല്ലോ, അറിയാലോ. ബാങ്കിൽ നിന്ന് എങ്ങോട്ട് പോയിട്ടുണ്ട്. ഇനി ഈ വീണ ക്യാഷ് മുഴുവൻ വിഡ്രോ ചെയ്തു, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. വീണ അല്ലെങ്കിൽ വീണയ്ക്ക് വേണ്ടി ആരെങ്കിലും ഈ ക്യാഷ് മുഴുവൻ വിഡ്രോ ചെയ്തു, എന്നിട്ട് ഈ പണം എങ്ങനെ പോയി എന്നറിയില്ല. ആയിക്കോട്ടെ, അപ്പോഴും പക്ഷെ വീണയുടെ വന്നിട്ടില്ലല്ലോ. വീണയാണല്ലോ ചെക്ക് ഒപ്പിടേണ്ട ആൾ വീണയല്ലേ. വീണ ചെക്ക് ഒപ്പിട്ട് കാശ് മേടിച്ചിട്ടുണ്ടെങ്കിൽ ആ കാശ് എവിടെ പോയി എന്ന് പറയണ്ടേ? ബാങ്ക് ഡോക്യുമെന്റ്സ് എന്ന് അറിയാലോ എത്ര വിഡ്രോ ചെയ്തിട്ടുണ്ട്, ക്യാഷ് ആണോ വിഡ്രോ ചെയ്തിട്ടില്ലേ. മാത്രമല്ല അങ്ങനെ ക്യാഷ് ഇപ്പോൾ വിഡ്രോ ചെയ്യാൻ ബുദ്ധിമുട്ടുമുണ്ട്, നിയമ തടസ്സങ്ങളുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ക്യാഷ് വിഡ്രോ ചെയ്യുന്നതിന്റെ റീസൺ ഒക്കെ പറയണം. ഒരു പരിധി കൂടുതൽ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാനും വിഡ്രോ ചെയ്യാനും പ്രശ്നമുണ്ട്. നമ്മൾ അതിന് ബാക്കി ഡോക്യുമെന്റോടെ എവിടെ നിന്ന് കിട്ടി, എങ്ങനെ കിട്ടി എന്നൊക്കെ. ഇപ്പൊ വീണ് ഞാൻ എന്തെങ്കിലും സ്വത്ത് വാങ്ങിച്ചിട്ടുണ്ടോ, വേറെ ആരെങ്കിലും സ്വത്ത് വാങ്ങിച്ചിട്ടുണ്ടോ? അതുകൊണ്ടല്ലോ, വേറെ ആരെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട ആരെങ്കിലും സ്വത്ത് വാങ്ങിച്ചിട്ടുണ്ടോ? അതുകൂടി ഇ ഡിക്ക് അന്വേഷിക്കേണ്ടി വരും. അല്ലെങ്കിൽ എന്ത് പറ്റുന്ന വെച്ചാൽ എനിക്കൊന്നും അറിയില്ല എന്നുള്ള ഒരാളെ വെച്ച് അന്വേഷിച്ചാൽ പിന്നെ അവർക്ക് എവിടെ എത്താൻ പറ്റില്ല. അപ്പൊ അവരുടെ അന്വേഷണം പോവാം. അന്വേഷണം ഏത് വഴിക്ക് എത്താം? അത് പിണറായി വിജയനിലെത്തുവോ, പാർട്ടിയിലെത്തുവോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇവരെ നിയന്ത്രിക്കുന്ന ആരെങ്കിലും എത്തുവോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പണം പുറത്തേക്ക് പോയിട്ടുണ്ടോ, ഇന്ത്യക്ക് പുറത്തേക്ക് ഈ പണം പോയിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഏത് വഴിക്ക് പോയിട്ടുണ്ട്? ഇതൊക്കെ ഇ ഡിയുടെ അന്വേഷണ പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് വീണയെ അറസ്റ്റ് ചെയ്യാത്തത്. ഒരു പക്ഷേ അത് പിടിക്കാൻ ഇ ഡിക്ക് കഴിയില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് വീണയോട് പൊട്ടക്കളിച്ചോളാൻ പറഞ്ഞതാണെങ്കിലോ, എനിക്കറിയില്ല, ഞാൻ കേട്ടിട്ടില്ല, എവിടെയാണെന്നറിയില്ല എന്ന് പറഞ്ഞതാണെങ്കിലോ, പ്ലാൻ ചെയ്യുന്നവർക്ക് ഇതിനേക്കാൾ നല്ല പ്ലാനിങ് അപ്പുറത്ത് ചെയ്യാറ്. അങ്ങനെയാണെങ്കിൽ ഈ കേസിന് വേറെ തുമ്പും കിട്ടില്ല. മണി ലോണ്ടറിങ്ങിന് ഈ വീണയെ ശിക്ഷിക്കാൻ തോന്നും. വെറുതെ ഒരു കള്ള് കാശ് മേടിച്ചു, ഞാൻ കൊടുത്തു, എനിക്കറിയില്ല എന്ന് പറഞ്ഞാൽ തന്നെ അത് കുറ്റമാണ്. ഒരു കമ്പനി ആക്ട് അനുസരിച്ച് അത് കുറ്റമാണ്. എൻ്റെ കമ്പനിയിൽ ഒരു ഫ്രോഡ് ഉള്ളത് ഞാൻ അറിയില്ല എന്നാണ്. ആ കുറ്റത്തുമ്പോൾ നിൽക്കുമോ ഈ കേസ്? അതോ അതിനപ്പുറത്തേക്ക് CMRL എന്തിനു പണം കൊടുത്തു എന്നതിന് ഏതെങ്കിലും തരത്തിൽ CMRL നിന്ന് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ അത് ആരാണ്? ഇതല്ലാതെ വേറെ ആർക്കെങ്കിലും പൈസ കൊടുത്തിട്ടുണ്ടോ ഇതുമായി ബന്ധപ്പെട്ട്? അതൊക്കെ അന്വേഷിക്കേണ്ടി വരും. അത് അന്വേഷിച്ചെത്തുമ്പോൾ ഒരുപക്ഷെ ഇ ഡിക്ക് പോയ വഴി കിട്ടിയാൽ ആ വഴി ചെന്ന് നിൽക്കുന്നത് അന്നത്തെ ക്ലിഫ് ഹൗസിലാണെങ്കിൽ അത് പ്രശ്നമാണ്. അപ്പോൾ മാത്രമേ പിണറായി വിജയൻ ഈ കേസിൽ വരുള്ളൂ.